കോക്കൂർ അനകര റോഡരികിൽ രാത്രിയുടെ മറവിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നതായി നാട്ടുകാരുടെ പരാതി. പ്രദേശത്ത് തുടർച്ചയായി മാലിന്യം തള്ളുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് എളവള്ളി പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇതുവരെ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആക്ഷേപം. ഈ മാലിന്യം തള്ളണത് ഇതിലൂടെ പോണ ജനങ്ങൾ ചിലപ്പോൾ അറിയണ്ടാവില്ല. എന്താ വെച്ചാൽ ഇതില് മനുഷ്യ വിസർജനത്തിൽ എന്തൊക്കെയോ കെമിക്കൽ മിക്സ് ചെയ്തിട്ടാണ്. അപ്പം മണം എന്ന് പറഞ്ഞ സംഗതി ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഇത് മാരകമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് വരുമ്പോഴാണ് ആൾക്കാർ അറിയുള്ളൂ. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽപ്പെടുന്ന പ്രദേശത്താണ് വൻതോതിൽ ശുചിമുറി മാലിന്യം എത്തിച്ച് തള്ളുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. എളവള്ളി തിരുത്ത് എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളെ പോലുള്ളവർ താമസിക്കുന്നത്. 8-ാം വാർഡ് 6-ാം വാർഡ് ഇവരെല്ലാവരും ഉൾപ്പെടുന്നതാണ്. മഴ പെയ്തു, വെള്ളങ്ങൾ 4 വശം ചുറ്റപ്പെട്ടതാണ് കണിയാന്തിരുത്ത്. അതിൽ താമസിക്കുന്ന എല്ലാവർക്കും കൂടെ ഇതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ ഷിഗല്ല സംബന്ധിച്ചിട്ട് അങ്ങനെയുള്ള രോഗങ്ങളും പടരുന്നത് കൊണ്ട് ഇത് ഞങ്ങൾക്ക് മാറ്റി തരാൻ അധികാരികളോട് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനും പോലീസിനും നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അവർ പറയുന്നു. അപ്പോൾ പഞ്ചായത്ത് അധികൃതരായിട്ടും ബന്ധപ്പെട്ടു, പോലീസ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ എന്ന് വെച്ചാൽ അവർ പറയണത് എന്ന് വെച്ചാൽ അവരുടെ കയ്യിലൊന്നും നിൽക്കാത്തൊരു പരിപാടി പോലെയാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഇത് ഡെയിലി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ മാരകമായ രോഗങ്ങളും ഇപ്പോൾ ഈ മഴക്കാലത്ത് അപ്പോൾ ഈ മഴക്കാലം വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ തൊട്ടടുത്തുള്ള കിണറുകൾക്കും പിന്നെ അവിടെ ആ കണിയാന്തിരത്തിലുള്ള എല്ലായിടത്തും ഇത് വ്യാപിക്കും. മാലിന്യം തള്ളുന്നതിന് പിന്നിൽ സംഘടിത സംഘങ്ങളോ മാഫിയകളോ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികളുടെ സംശയം. മാലിന്യം കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് മറ്റു വാഹനങ്ങൾ അകമ്പടിയായാണ് സഞ്ചരിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. റോഡരികിൽ തള്ളുന്ന ശുചിമുറി മാലിന്യം സമീപ പ്രദേശങ്ങളിലെ കിണറുകളെയും മറ്റ് ജലസ്രോതസ്സുകളെയും മലിനമാക്കാൻ ഇടയാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇത് പകർച്ചവ്യാധികൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഇത്തരം നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തും പോലീസും അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഇവിടുന്ന് ഒരു 150 മീറ്റർ അകലെയാണ് ക്യാമറ വെച്ചുള്ളത്. ഇവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഈ വേസ്റ്റ് ഇനിയിപ്പോൾ മഴ പെയ്തു തുടങ്ങിയ ഇപ്പോൾ എൻ്റെ വീട് നിൽക്കുന്നത് ഒരു പാടത്താണ്. ഇതിൻ്റെ ഇതൊക്കെ ഒലിച്ച് നമ്മൾ ഉപയോഗിക്കണ കിണറിലേക്കോ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കണോ ഇവിടെ എല്ലാവരും കൃഷിക്കാരാണ്. അപ്പോൾ അവർ ഈ എത്ര ഏക്കർ പാടുണ്ട്, ഇതിലത്തെ വെള്ളം ആ പാടത്തേക്കും നമ്മൾ ഉപയോഗിക്കുന്ന കിണറിലേക്കും ഒക്കെയാണ് ഇതിൻ്റെ മാലിന്യങ്ങൾ വരിക. അപ്പോൾ ഇതിന് വലിയൊരു നടപടി വേണം എന്നാണ് നമ്മുടെ അഭിപ്രായം.